സാന്ത്വനത്തിൻ്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ ആ സത്യം മനസ്സിലാക്കുകയാണ്. തൻ്റെ ജീവൻ രക്ഷിച്ചത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ തന്നെയെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ അതറിഞ്ഞപ്പോൾ ബാലൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ബാലൻ ആര്യൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി ഇങ്ങനെ കണ്ണീരോടെ നിൽക്കണൊക്കെ ഉണ്ട്. എന്തായാലും ആര്യനെ കാണാൻ തന്നെ ബാലൻ തീരുമാനിക്കുന്നുണ്ട്. ബാലൻ്റെ ജീവൻ രക്ഷിച്ചത് ആര്യനെന്നറിഞ്ഞ സന്തോഷത്തിൽ തന്നെ ഗോമതി അമ്പലത്തിൽ പോയി ബാലന് വേണ്ടി വഴിപാടും പുഷ്പാഞ്ജലികളും അർച്ചനകളൊക്കെ കഴിച്ചു നേരെ മകനെ കാണാൻ പോകുന്നുണ്ട്. മകനെ കാണാൻ ചെല്ലുമ്പോൾ മകനോട് ഇതേപോലെ തന്നെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് അമ്മ. പക്ഷെ ആര്യ കൂട്ടാക്കൊന്നുമില്ല. മിത്രയും അതുപോലെ തന്നെ ആര്യൻ്റെ ആഗ്രഹം പോലെ ഇപ്പം മിത്രയ്ക്കായാലും ദേവമംഗലത്തേക്ക് പോകണമെന്നില്ല. കാരണം ആര്യനായിട്ട് താമസിക്കുമ്പോൾ കുറേശ്ശെ ആര്യനും മിത്രയോട് ആര്യൻ അടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകാൻ താല്പര്യമില്ല. അപ്പച്ചനെ പറഞ്ഞ് സമാധാനിപ്പിച്ചേക്കിന് വിടുന്നത്. അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച തൻ്റെ മോനുണ്ടെന്ന് അറിഞ്ഞ് എന്തായാലും മോൻ തന്നെ വേണ്ടി അച്ഛൻ തള്ളിക്കളഞ്ഞ മോൻ വേണ്ടി വന്നില്ലേ അച്ഛനെ രക്ഷിക്കാനൊക്കെ പറഞ്ഞ് ഗോമതി മോൻ്റെ മുന്നിൽ നിന്ന് കരയുന്നൊക്കെ ഉണ്ട്. പിന്നീട് മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആര്യന് തന്നോട് പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടെന്നുള്ള കരുതലും എല്ലാതും ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അതുകൊണ്ടാണ് മിത്രയുടെ പിറന്നാൾ. എന്നാലും മിത്രയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, പിറന്നാൾ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാര്യം. അപ്പം മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആര്യൻ എന്തായാലും തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാം. തൻ്റെ ബർത്ത്ഡേ ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആര്യനെ അറിയാവും. പക്ഷെ ആര്യൻ അത് പുറത്ത് കാണിക്കുന്നില്ല. ജോലി കുടുംബം നോക്കണം എന്നുള്ളൊരു വലിയൊരാൾ എന്നുള്ള നിലയ്ക്ക് നടക്കണമെന്നുള്ളൂ. മിത്രനോടുള്ള സ്നേഹം ഉള്ളിൽ തന്നെയുണ്ട്, പുറമേ കാണിക്കുന്നില്ല. പിന്നീട് ബാലൻ രാമേട്ടനോട് പറയുന്നുണ്ട് എൻ്റെ മോനാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു കരയിന് ചെയ്യുന്നത് ആകാശ് കാണാണ്ട്. ഞാൻ അവനെ തള്ളി പറയുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നല്ല എന്ന് രാമേട്ടൻ അറിയാം. എന്നെ എല്ലാവരേക്കാളും കൂടുതൽ രാമേട്ടൻ അറിയാലോ. അതുകൊണ്ടല്ലേ രാമേട്ടൻ എന്നെ കുറ്റം പറയാത്തത്. എനിക്ക് അവനോട് സ്നേഹം തന്നെയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹമാണ്. അവൻ നല്ല നിലയിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വഴക്ക് പഠിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എടാ ബാല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. സ്നേഹം എന്ന് പറഞ്ഞ സാധനം പുറത്ത് പ്രകടിപ്പിച്ചാലും അത് കാര്യമുള്ളൂ. ഉള്ളിൽ വെച്ചിരുന്നാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവില്ലടാ. അവർക്ക് നിന്നോട് ദേഷ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ നിൻ്റെ ആര്യനെ അങ്ങനെയല്ല. നീ ആര്യനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ആര്യൻ നിന്നെ സ്നേഹിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അഭിമാനികളാണ്. രണ്ടുപേരും പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ അവൻ നിന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയതും രക്ഷിച്ച കാര്യം മറ്റാരും അറിയാതിരിക്കാൻ അവൻ ശ്രമിച്ചതും. നീയാണെങ്കിൽ ആ സത്യം അറിഞ്ഞിട്ട് നീ അത് അറിഞ്ഞതായിട്ട് നീയും ഭാവിക്കുന്നില്ല. അച്ഛനും കൊള്ളാം മോനും കൊള്ളാതൊക്കെ പറഞ്ഞ് രാമേട്ടൻ ചിരിക്കുന്നുണ്ട്. പിന്നീട് രാത്രി തന്നെ പോകുള്ളൂ, പകൽ പോകില്ല. പകൽ പോയാൽ മറ്റുള്ളവർ കണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മിത്രയുടെയും ആര്യൻ്റെയും അടുത്തേക്ക് നമ്മുടെ ബാലൻ പോകുന്നുണ്ട്. അച്ഛനെ കാണുമ്പോൾ നമ്മുടെ ആര്യൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതേപോലെ തന്നെ ആര്യൻ നമ്മുടെ ദേവമംഗലത്തേക്ക് ആര്യനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വായോ, എൻ്റെ വിഷമം കൊണ്ട് എന്നെ അങ്ങനെ കള്ളെന്നൊക്കെ പറഞ്ഞത് കൊണ്ടുള്ള സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് മിത്രനോടും ക്ഷമയൊക്കെ ചോദിച്ച് ആര്യനോട് പറയുന്നുണ്ട് നിൻ്റെ കാല് ഞാൻ പിടിക്കണോ, ഇനി വീട്ടിലേക്ക് വരണം, അതുപോലെ തന്നെ ജീവൻ രക്ഷിച്ചതിൽ നന്ദി പറയാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലൻ നമ്മുടെ ആര്യനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട്.